പിയാ സുനിൽ, ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ ആം ആദ്മി പാർട്ടി പറയുന്നു വിശ്വസിക്കരുതെന്ന് പറയുമ്പോഴും അരവിന്ദ് കെജ്രിവാളും ഒപ്പം അതിഷിയും മനീഷ് സിസോദിയും പിന്നിലാണ് എന്നുള്ളത് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയല്ലേ? ഈ ഏർലി ലീഡ് ആപ്പ് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അല്ലേ? അമാനത്തുള്ള ഖാൻ ഓഖ്ലയിൽ വീണ്ടും പിന്നിലായിരിക്കുന്നു. ഓഖ്ലയിൽ നല്ല ഫൈറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർ, ഓഖ്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇല്ല, ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ 12 മണ്ഡലങ്ങൾ, ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള 12 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായ ട്രെൻഡാണ്, ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ എബോവ് 25% to 40% മുസ്ലിം പോപ്പുലേഷനുള്ള ആ വോട്ടിംഗ് കമ്മ്യൂണിറ്റിക്ക് വളരെ സ്വാധീനമുള്ള 12 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എൻറ്റയർ സ്റ്റേറ്റിന്റെ ട്രെൻഡാണ്. അത് മാത്രമല്ല, റീജിയണൽ വൈസ് നോക്കിക്കോളൂ, ഓരോ റീജിയണിലും BJPക്ക് ഒരു അപ്പർ ഹാൻഡ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ, ഈസ്റ്റ് ഡൽഹിയിൽ ആപ്പ് 29, BJP 36, കോൺഗ്രസ് 1. ഈ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിൽ BJP ലീഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായതാണ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. അങ്ങനെയല്ല. കാരണം വെച്ചാൽ പക്ഷേ മുസ്ലിം പോപ്പുലേഷനകത്ത് വോട്ട് ഡിവിഷൻ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ അത് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും വേണ്ടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, OWC 2 മത്സരങ്ങൾ ഈ BJP ഇപ്പൊ മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള 11 മണ്ഡലങ്ങളിൽ 6 സ്ഥലത്തും BJP-യാണ് ലീഡ് ചെയ്യുന്നത്. അത് വലിയ ട്രെൻഡാണ്. സുനിൽ, എന്താണ് ഏറ്റവും പുതിയ വിവരം? BJP 36 എടുത്ത്, ആം ആദ്മി പാർട്ടി 29 എടുത്ത്. നേതാക്കൾ, ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പിന്നിലാണ്. തീർച്ചയായും ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച രീതിയിലല്ല ഫലസൂചനകൾ വരുന്നത്. ഏതായാലും BJP പ്രതീക്ഷിച്ച രീതിയിൽ ഫലസൂചനകൾ ദില്ലിയിൽ മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഉണ്ണി ബാലകൃഷ്ണനൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഒരു സമസ്ത ആധിപത്യം BJP കൈവരിക്കുന്നത് ഈ ട്രെൻഡിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ, ജാട്ട് ശക്തി കേന്ദ്രങ്ങളിൽ ഒക്കെ തന്നെ BJP സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിലാണെങ്കിൽ അവിടെ വോട്ടുകൾ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ പിളർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. MIM-ന്റെ സ്വാധീനമുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ സ്വാധീനമുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റുകൾ നേടിയെടുക്കുക എന്ന കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം ഒരു പരിധിവരെ ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചു. അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുന്നു. മാത്രമല്ല, ജാട്ട് ശക്തി കേന്ദ്രങ്ങളിൽ അതുപോലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനിലെ, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം, 2015-ലെയും 2020-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായും എതിരായിട്ടുമാണ് വോട്ടിംഗ് നടന്നത്. ആ അർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒറ്റ സ്ഥാനാർത്ഥിയെ ചുറ്റി നടന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം 2025-ലേക്ക് വരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് തന്നെ ട്രെയിൽ ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട് എങ്കിൽ ആം ആദ്മി പാർട്ടി ആ സംസ്ഥാനത്ത് വലിയ തിരിച്ചടി നേരുന്നു എന്ന കാര്യത്തിനകത്ത് എന്താ ഇനി സംശയം? അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാളെയാണ് BJP തകർത്തിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ മനീഷ് സിസോദിയ, അതിഷി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് അരവിന്ദ് കെജ്രിവാളിന്റെ നിഴലുകളായിട്ട് വളർന്നു വന്ന ആളുകളാണ്. ഒറ്റ നേതാവേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, ഒറ്റ സ്ഥാനാർത്ഥിയെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നിട്ടുള്ളൂ, അത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ആ അരവിന്ദ് കെജ്രിവാളിന്റെ ഇമേജിനെ തകർക്കാൻ കഴിഞ്ഞ 6-7 മാസമായി BJP നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് സുനിലെ, ഈ ഷീഷ മഹൽ എന്ന് പറയുന്ന വലിയ കണ്ണാടി കൊട്ടാരം ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ട്രക്കിന്റെ മോളിൽ വെച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ മുനിസിപ്പൽ വാർഡുകളിലും BJP പ്രചാരണം നടത്തി. അതൊരു ചെറിയ സംശയമല്ല ഉണ്ടാക്കുക. അതേപോലെ തന്നെ ലിക്കർ പോളിസിയുടെ കാര്യത്തിൽ, അപ്പോൾ ആന്റി കറപ്ഷൻ പ്ലാങ്കിൽ വളർന്നു വന്ന ഇമേജ് ഉണ്ടാക്കിയ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ ആന്റി കറപ്ഷൻ ഇമേജിനെ പൂർണ്ണമായും തകർത്തുകൊണ്ടും ആ ഒറ്റ സ്ഥാനാർത്ഥിയെ ഇല്ലാതാക്കുന്നത് വഴി ആം ആദ്മി പാർട്ടിയെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു BJPക്ക് എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നത് BJPയുടെ ലക്ഷ്യമായിരുന്നു. അത് തീർച്ചയായും വളരെ ശക്തമായി BJP നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താഴെത്തട്ടിൽ BJP വലിയ പ്രവർത്തനം നടത്തി. RSSന്റെ സ്വാധീനം ഇത്തവണ ദില്ലി തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിരുന്നു. താഴെത്തട്ടിൽ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി, കുടുംബ മീറ്റിങ്ങുകൾ നടത്തി. അരവിന്ദ് കെജ്രിവാളിനെതിരെ വലിയ പ്രചരണവുമായി മുന്നോട്ട് പോയി. 2015-ൽ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെതിരെയുള്ള വലിയ അഴിമതി ആരോപണങ്ങളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന വലിയ പ്രതിഭാസത്തിന്റെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. 2020-ൽ ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CAA-ക്കെതിരെയുള്ള വലിയ നോക്കൂ, RSSന്റെ പ്രവർത്തനത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. അത് 2015-ലും 2020-ലും ഒക്കെ വളരെ ശക്തമായിട്ട് RSS അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് 2014-ൽ ഉണ്ടായിരുന്ന വലിയ ഇമേജ്, രാജ്യത്തുടനീളം ഉണ്ടായിരുന്ന വലിയ ഇമേജിന്റെ സമയത്താണ്
നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൗത്ത് അവന്യൂവിന്റെ തൊട്ടിപ്പുറത്തെ മൂക്കിന് താഴെ അരവിന്ദ് കെജ്രിവാൾ വലിയ വിജയമുണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ഇമേജ് ഡൽഹി സംസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് ഒരു 50% തുടച്ചു നീക്കാൻ കഴിഞ്ഞിരിക്കുന്നതാണ്. ഒറ്റ പ്ലാങ്കിലാണ് മടങ്ങി വരാം. ബിജെപി 40, കോൺഗ്രസ് 1 എന്ന നിലയിലേക്ക് മാറുന്നു അല്ലെ. 12 സീറ്റുകളുടെ മാത്രം വ്യത്യാസം. ആപ്പ് 28, ബിജെപി 40, കോൺഗ്രസ് 1. ആപ്പിന്റെ മുന്നേറുന്ന നേതാക്കൾ ഇമ്രാൻ ഹുസൈൻ, വല്ലിമാറൻ, 27 വർഷങ്ങൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയോ, 12 സീറ്റൊന്നുമല്ല, 16 സീറ്റുകളിൽ തന്നെ ഇപ്പോൾ ട്രെൻഡ് 16 സീറ്റുകളിൽ ബി.ജെ.പി. മുന്നേറുന്ന ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 27-42 ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ അതാണ് 27-30, അതായത് 18 സീറ്റിന്റെ വ്യത്യാസം. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എബോവ് 45 എന്ന് പറയുന്ന ആ സാധനത്തിൽ ബി.ജെ.പി. ലാൻഡ് ചെയ്യും. 45 സീറ്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു നേട്ടമല്ല ബി.ജെ.പി. ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് ഒരു സീറ്റിലാണ് ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 2 സീറ്റ് പരമാവധി. അപ്പം അതായത് ഒരു ബിലോ 30 ആയിരിക്കും ആം ആദ്മി പാർട്ടി ലാൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ എത്ര പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ 27 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി. ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു വലിയ പ്രകടനം കാഴ്ചവെക്കുന്നത്. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും എന്ന് ബി.ജെ.പി. പറയുന്നത് പോലെയാണ് 27 വർഷങ്ങൾക്കിടയിൽ ബി.ജെ.പി. മദൻലാൽ ഖുറാന, സാഹിബ് സിംഗ് വർമ്മ, സുഷമ സ്വരാജ് കൂട്ടുകെട്ടിന് ശേഷം ഇപ്പോൾ വീണ്ടും ബി.ജെ.പി. ദില്ലി പിടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത.